പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ യുദ്ധ സാഹചര്യം കൂടുതൽ വഷളാകുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ സാങ്കല്പിക നിയന്ത്രണ രേഖയായിട്ടുള്ള ദുരന്ത് ലൈൻ കടന്ന് അഫ്ഗാൻ സേന താലിബാൻ ഇപ്പോൾ മുന്നേറുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഏകദേശം 7000 കിലോമീറ്ററാണ് അവരുടെ അതിർത്തി പങ്കിടുന്നത്. ഈ അതിർത്തി അവർക്ക് കൃത്യമായ രേഖകളില്ല, ഏതാണ് തങ്ങളുടെ അതിർത്തി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരു സാങ്കല്പിക രേഖ കൊണ്ട് അവർ തിരിച്ചിരിക്കുകയാണ്. അതാണ് ദുരാന്റ് ലൈൻ എന്ന് പറയുന്നത്. ഈ ദുരാന്റ് ലൈൻ കടന്ന് അഫ്ഗാൻ സേന ഇപ്പോൾ മുന്നേറുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. താലിബാൻ മുന്നേറുകയാണെന്ന റിപ്പോർട്ട് വരുന്നു. പല പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളും ക്രൂരമായ ആക്രമണത്തിന് ഇരയാകുന്നു. പോരാത്തതിന് ഇപ്പോൾ പല പാക് സൈനികരും കൂട്ടപ്പലായനത്തിന് ഇരയാകുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പോസ്റ്റുകൾക്ക് നേരെ കടുത്ത ഷെല്ലാക്രമണം ഇപ്പോൾ നടക്കുകയാണ്. പാകിസ്ഥാനിൽ വൻ സുരക്ഷാ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ പ്രവിശ്യകളിൽ നിന്നുള്ള താലിബാൻ പോരാളികൾ കനത്ത യന്ത്രത്തോക്കും മിസൈൽ ലോഞ്ചറുകളും ഉപയോഗിച്ച് പാകിസ്ഥാൻ സൈന്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാക് പോസ്റ്റുകളാണ് ഇവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഖുറം, നോർത്ത് വസീറിസ്ഥാൻ എന്നീ മേഖലകളിലാണ് അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ താലിബാൻ പ്രധാനമായും ആക്രമണം നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അഫ്ഗാനിസ്ഥാന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പാക് സുരക്ഷാ പോസ്റ്റുകളാണ്. അവ നശിപ്പിക്കുകയും താലിബാൻ പിന്തുണയുള്ള തെഹ്രീക്കെ താലിബാൻ ആ ക്യാമ്പുകൾക്ക് നേരെ വസീറിസ്ഥാനിൽ പാകിസ്ഥാൻ നേരത്തെ ആക്രമണം നടത്തിയിരുന്നു. ഇതിനൊരു കനത്ത മറുപടി കൊടുക്കുക എന്നുള്ളതുമാണ് അഫ്ഗാനിസ്ഥാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അത് അവർ നിറവേറ്റുകയാണ്. അവിടെ നിന്നും പാക് സൈന്യം കുട്ടപ്പാലായനം ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ ആക്രമണങ്ങളെ ഗൗരവമായി കാണുന്നു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ആർമി പറഞ്ഞിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾ, അഫ്ഗാനിസ്ഥാന്റെ ആക്രമണങ്ങൾ ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കും എന്നും പാകിസ്ഥാൻ പറയുന്നു. ഖുറമിലെയും വടക്കൻ വസീറിസ്ഥാനിലെയും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ അവർ പരാജയപ്പെടുത്തിയെന്നാണ് പാക് സൈന്യം അവകാശപ്പെടുന്നത്. എന്നാൽ അഫ്ഗാനിസ്ഥാൻ മാധ്യമങ്ങൾ പ്രധാനമായും പറയുന്നത് ഞങ്ങൾ പോസ്റ്റുകളെല്ലാം കത്തിച്ചു കളഞ്ഞു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഗുലാം ഖാൻ ക്രോസിംഗിൽ താലിബാൻ രൂക്ഷമായ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് എന്നും പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ദുരന്ത് ലൈൻ കടന്ന് ആക്രമണത്തിൽ സൈനികരുടെ കൂട്ടമരണം ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാനിൽ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്നാൽ എത്ര പേർ മരിച്ചു എന്ന ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. 2 പോസ്റ്റുകളാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. സൈനികർ പലായനം ചെയ്യാൻ അവിടെ നിർബന്ധിതരാകുന്നു എന്നും നമുക്ക് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ മനസ്സിലാകുന്നു. താലിബാൻ ഖോർഗർഹി, മാതാ സംഗർ, കോഡ്രാഖ, തരിമെങ്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ക്രൂരമായ വെടിവയ്പ്പാണ് നടത്തുന്നത് പാക് സൈനികർക്കെതിരെ എന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. മിർ അലി അതിർത്തിയിൽ ഇതേ തുടർന്ന് പാകിസ്ഥാൻ സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ട്, സുരക്ഷ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഈ 7000 വരുന്ന അതിർത്തികളിലും സുരക്ഷ ശക്തമാക്കാനുള്ള ശ്രമം നടത്തുമെങ്കിലും പാകിസ്ഥാൻ അത് സാധ്യമല്ല എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഏകദേശം ഒരുപോലെയാണ് ഈ സൈനിക മേഖലയിലും സൈനിക ശക്തിയിലും എല്ലാം എന്ന് നമുക്ക് പറയേണ്ടി വരും. അഫ്ഗാനിസ്ഥാൻ താരതമ്യേന ദുർബലമാണെങ്കിൽ പോലും ഞാൻ നേരത്തെ തന്നെ ഒരു വാർത്തയിൽ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാന്റെ ശക്തി എന്ന് പറയുന്നത് അവരുടെ ഒളി യുദ്ധത്തിലുള്ള അവരുടെ വൈദഗ്ധ്യമാണ്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനകത്ത് പൂർണ്ണമായും ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ താലിബാന് ഇപ്പോൾ സാധിച്ചേക്കുന്നു. അതിൻ്റെ ആദ്യത്തെ പടി അവർ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. രണ്ടാമത്, ഇതേ തുടർന്ന് ബലൂചിസ്ഥാനിൽ ഇനി സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഈ അവസരം മുതലെടുക്കാനായി ഇമ്രാൻഖാന്റെ അനുയായികൾ, PTI പാർട്ടിയുടെ അനുയായികളും അവിടെ തക്കം പാർത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ ശിഥിലമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. പോരാത്തതിന് ഈ ഖൈബർ പഷ്തൂൺ മേഖല താലിബാൻ ഞങ്ങളത് കീഴടക്കും, ഇനി പാകിസ്ഥാൻ അത് മറന്നേക്കൂ എന്നും താലിബാൻ പറഞ്ഞിട്ടുണ്ട്. ഇതും പാകിസ്ഥാനെ വലിയ രീതിയിൽ വ്യാകുലപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.